പൊതുസമൂഹത്തിൽ മോശമാക്കുകയാണ് CPM-ന്റെ ഇടപെടലുണ്ട്. ഇവിടുത്തെ CPM-ന്റെ നേതാക്കന്മാർ ഇടപെട്ടതിന് ശേഷമാണല്ലോ ഈ മാറ്റം ഇവിടെ നടന്നത്. അതിന് മുൻപ് ജാമ്യം കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ? ജാമ്യം കൊടുത്തതാണ്. ജാമ്യം കൊടുത്തു. ഞാൻ 5:30 മണിക്ക് വിളിച്ചു ചോദിക്കുമ്പോ ഇവരെ വിടും പറഞ്ഞത് പിണറായി വിജയന് ഗസ്റ്റ് ഹൗസിൽ റൂമിൽ കയറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ വിടുന്നു. അപ്പൊ അവിടെ കയറി കഴിഞ്ഞാൽ ഇനി വിടാതിരിക്കുമോന്ന് ഞാൻ ചോദിച്ചപ്പോ ഇല്ല, പിന്നെ അദ്ദേഹം പുറത്തിറങ്ങില്ല, ഉറപ്പായിട്ട് വിടും എന്ന് പറഞ്ഞതാണ്. അതിനുശേഷമാണ് ഇതിന് മാറ്റം ഉണ്ടായത്. അതിന് പ്രകാരം 35 ഒപ്പ്, അതായത് 7 പേർക്ക് 5 ഒപ്പ് വീതം 35 ഒപ്പ് കൗൺസിലർ ഒപ്പിട്ടതാണ്. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അതിനെല്ലാം മാറ്റമായി. ഇപ്പൊ ആ പേപ്പർ ചോദിച്ചിട്ട് പേപ്പറും ഒരു തരുന്നില്ല, വാക്ക് പാലിച്ചില്ല. ഇതുപോലെ തൃക്കാക്കരയിൽ ഉണ്ടായി ഒരു നിരുപാധിക ജാമ്യം കൊടുത്തു. തൃക്കാക്കരയിൽ നിന്ന് 6 പേരെ ജാമ്യം കൊടുത്തു. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രത്യേകിച്ച് ആക്ഷൻ ഹീറോ ബിജു ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അത് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുത്തോളാം. അങ്ങനെ ജനപ്രതിനിധികളുടെ നേരെ കയർത്താൻ വരുന്ന ആൾക്കാരെ എന്താടാ ഇടപാടാ പോടാന്ന് വിളിക്കുന്ന ആൾക്കാരൊന്നും ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. അത് ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങൾ ഇടപെടും. ജനപ്രതിനിധികളെ മോശമാക്കുന്ന രീതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒപ്പിട്ട പേപ്പർ തരാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നില്ലെങ്കിൽ എന്നോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. പക്ഷെ ആ പേപ്പർ ചോദിച്ചിട്ട് തന്നിട്ടില്ല. അല്ല, നമ്മളത് ഇപ്പൊ ഇവിടെ DCC പ്രസിഡന്റും MP-യും എല്ലാം ചോദിച്ചിരുന്നത് ആ കച്ചിട്ട് ഒപ്പിട്ട പേപ്പർ തരൂ. അത് തന്നെ ഇവർക്ക് എന്താ കുഴപ്പം? ഇവിടെ ജാമ്യം, ഇത് നമുക്കറിയാലോ, ജനാധിപത്യ രീതിയിൽ ആ പ്രവർത്തകര് കരിങ്കൊടി കാണിക്കാൻ പോയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് ഇവിടെ കൊണ്ടുവന്ന് കരങ്ങിൽ വെക്കും. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി പ്രോഗ്രാം കഴിഞ്ഞേ വിടാറുള്ളൂ, അത് നമുക്കറിയാം, അതെല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞിട്ട് MLA-യുടെ അടുത്ത് വിട്ടോളാം, മുഖ്യമന്ത്രി റൂമിൽ കയറുമ്പോൾ വിട്ടേക്കാന്ന് പറഞ്ഞു. അത് പിന്നീട് അതനുസരിച്ച് കൗൺസിലർ വന്ന് ജാമ്യത്തിൽ ഒപ്പിടുകയും ചെയ്തു, കച്ചിട്ട് ഒപ്പിടുകയും ചെയ്തു. ആ കച്ചിട്ട് ഒപ്പിട്ടതിന് ശേഷം വീണ്ടും പൊളിറ്റിക്കൽ ഇടപെടൽ, ഇത് രക്ഷാപ്രവർത്തനത്തിന്റെ പോലുള്ള വേറൊരു ഇടപെടൽ വന്ന് ഇപ്പോൾ ഈ പ്രവർത്തകരെ ഇപ്പോൾ വകുപ്പ് മാറ്റി. ഇത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചോ? ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ഉദ്യോഗസ്ഥരെല്ലാം മുഖ്യമന്ത്രിയുടെ പരിപാടിയിലാണെന്ന് പറഞ്ഞു. ഇത്തരത്തിലൊരു നിസ്സാരമായ ഒരു കാര്യം, കുട്ടികളെ ജാമ്യത്തിൽ വിടേണ്ട ഒരു കേസ് കച്ചിട്ടൊപ്പിട്ട് കൗൺസിലർ വന്ന് ജാമ്യത്തിൽ വിട്ട കേസാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രി മുറിയിൽ കയറിയതിന് ശേഷം വിടാമെന്ന് പറഞ്ഞു. ഓക്കെ, ആ ആള് ഇവിടെ വന്ന് ജാമ്യത്തിൽ വിടണമെന്ന് പറഞ്ഞപ്പോൾ പുതിയൊരു FIR ഇട്ടിരിക്കുകയാണ്. പുതിയൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ 353 പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. ഇവിടെ തടസ്സപ്പെടുത്തുന്ന ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അപ്പൊ ഞാനിവിടെ അസിസ്റ്റന്റ് കമ്മീഷണർ രാജകുമാർ ഉണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് തെറ്റുപറ്റിയതാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെ തെറ്റുപറ്റിയത്? അല്ല, ജാമ്യത്തിൽ വിട്ടത് അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ്. അങ്ങനെ തെറ്റുപറ്റുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരാണോ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലുള്ളത്? അദ്ദേഹം കൃത്യമായ നടപടിയാണ് ചെയ്തത്. സാധാരണ ഒരു സമരത്തിൽ ഇത്തരത്തിലെടുക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ജാമ്യത്തിലിടും. മറ്റേ അസിസ്റ്റന്റ് കമ്മീഷണറും ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരും CPM-ന്റെ സമ്മർദ്ദത്തിന്റെ പുറത്ത് ഒരു പോലീസുകാരനെ കൊണ്ടുവന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് എടുപ്പിച്ച്, സ്വാഭാവികമായും പോലീസുകാരല്ലേ, കാക്കിയിട്ടാൽ എന്തും ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അതിനെതിരെ ഞങ്ങളുടെ സമരം ചെയ്തു, അവരെ വിടണമെന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം ഞങ്ങൾ പറഞ്ഞു, കച്ചിട്ട് ഒപ്പിട്ട് പേപ്പർ തന്നെ നിങ്ങൾ ജാമ്യത്തിൽ ഞങ്ങളുടെ കൗൺസിലറെ കൊണ്ട് ഒപ്പിടിപ്പിച്ചല്ലോ. പ്രതികരണം ഉണ്ടാകുന്നത് CPM-കാരുടെ ഇടപെടലുകൾക്കനുസൃതമായിട്ട് പോലീസ് പെരുമാറുന്നു, ആക്ഷൻ ഹീറോ ബിജുവിനെ പോലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറുന്നു എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള MP-മാർ, ഉമാ തോമസ്, അങ്ങനെ MP-മാരും MLA-മാരൊക്കെ അവിടെ ഉണ്ട്. അവർ അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്.